വിഴിഞ്ഞം അടിമലത്തുറയിൽ ശക്തമായ മഴയിൽ വീട് തകർന്നു. അടിമലത്തുറ സ്വദേശി പനി അടിമയുടെ വീടാണ് തകർന്നത്. കുട്ടികൾ ഉൾപ്പെടെ 4 അംഗ സംഘം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഓട് പൊട്ടി വീഴുന്ന സൗണ്ട് കേട്ട് പനിയടിമയുടെ ഭാര്യ ലൂർദ് മേരി വീട്ടുകാരെ ഉണർത്തി പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ഭർത്താവുമായിട്ട് കുട്ടിയുമായിട്ട് 4 പേരും ഉറങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഒരു ഓട് വന്ന് വീണ സൗണ്ട് കേട്ട് ഞാൻ എഴിച്ച് നോക്കിയപ്പോൾ ഒരു ഓട് വന്ന് വീണപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവിനെ എളിപ്പിച്ച് അങ്ങനെ എഴിച്ച് നോക്കി ഞങ്ങൾ പുറത്ത് ഇങ്ങോട്ട് അഭയം തേടി ഓടുമ്പോൾ എല്ലാം കൂടെ വന്ന് വീണ് കിടക്കും. ജിബിൻ നമുക്കൊപ്പം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജിബിൻ, വീഴാറായ നിലയിലായിരുന്നു ആ വീടെന്ന് തോന്നുന്നു. കനത്ത മഴയിൽ അത് തകർന്ന് വീണിരിക്കുകയാണ്. ഇപ്പം ആർക്കും പരിക്കില്ല എന്നുള്ളത് ആശ്വാസം. ഇപ്പോൾ ഇവരെവിടെയാണ് താമസിക്കുന്നത്? അർഹരായവർക്ക് വീടുകൾ കിട്ടാത്തതിനെ തുടർന്ന് നമ്മൾ ചെയ്ത ക്യാമ്പയിൻ്റെ ഭാഗമായി ഞാൻ ഈ വീടിൻ്റെ വാർത്ത കഴിഞ്ഞ ജൂൺ 25-ാം തീയതി ചെയ്തിരുന്നു. അന്നേ മാതൃഭൂമി പറഞ്ഞതാണ്, ഇത്രയും വേഗം ഈ കുടുംബത്തിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച് അവർക്ക് അർഹമായ ഒരു വീട് നൽകിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു അപകടം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ വീട് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത്. വളരെയധികം കാലപ്പഴക്കം ചെന്ന ഒരു വീടാണ്. അടിമലത്തുറ സ്വദേശിയായിട്ടുള്ള പനി അടിമ എന്ന പേരുള്ള ഒരാളുടെ വീടാണ്. അദ്ദേഹം കടൽ പണിക്ക് പോകുന്ന ആളാണ്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ വീട്ടിലുള്ളവർ ജീവിച്ചു പോകുന്നിരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി മഴയത്ത് വീടിൻ്റെ ഓട് പൊട്ടുന്ന സൗണ്ട് കേട്ടാണ് പനിയടിമയുടെ ഭാര്യ വീട്ടിൻ്റെ വെളിയിലേക്ക് ഓടുന്നത്. ആ സമയത്ത് 2 കുട്ടികൾ വീട്ടിൻ്റെ അകത്തായിരുന്നു. വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അവർ കണ്ടത് വീടിൻ്റെ ഒരു ഭാഗം തകർന്നു വീഴുന്നതാണ്. തുടർന്ന് തന്നെ കുട്ടികളെ എടുത്തുകൊണ്ട് അവർ പുറത്തേക്ക് ഓടുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ സമീപത്തെ ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ശരി. തകർന്നു വീഴാറായ വീടുകളെക്കുറിച്ച് മാതൃഭൂമി ന്യൂസ് കുറച്ച് ദിവസം മുൻപ് നൽകിയ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, ഒരു പരമ്പര. ആ പരമ്പരയിൽ ഉൾപ്പെട്ട വീടുകളിൽ ഒന്നാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് ഈ തകർന്നു വീണിരിക്കുന്നത്. ജൂൺ 26-ന് നൽകിയ റിപ്പോർട്ട് നമുക്ക് ഒരിക്കൽ കൂടി കാണാം. ഞങ്ങൾ ഈ വീട്ടിലാണ് താമസം. പിന്നെ വിഴിഞ്ഞത്തുള്ളതാണ്. ഇവിടെ വന്ന് കെട്ടി ഈ വീട്ടിലാണ് താമസം. പിന്നെ ഞങ്ങൾ കടൽ പണിയാണ്. വല്ല ബോട്ടിലേക്ക് പോകും. പണി ഒന്നുമില്ലാത്തതുകൊണ്ട് ഇവിടെ താമസം. ഇപ്പോൾ അമ്മാവിൻ്റെ ഒരു വീട്ടിലാണ് ഇപ്പോൾ കയറി താമസിക്കുന്നത്. ഞങ്ങൾ വീട് കക്കൂസില്ല. ഞങ്ങൾ കടപ്പുറത്ത് കക്കൂസൊക്കെ പോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല. ഗവൺമെൻറ് ഒന്നും സഹായമില്ല. ഇങ്ങനെ ജീവിച്ചു പോവാണ്. പിന്നെ 2 കുട്ടികൾ പഠിക്കുന്നു. കഷ്ടം എവിടെ തന്നെ കടം വാങ്ങി കാവൽ വാങ്ങിയിട്ടാണ് ജീവിച്ചു അങ്ങനെ പോകണം. നാട്ടുകാരോട് കട വാങ്ങിയിട്ടാണ് ജീവിക്കുന്നത്. കടൽ പണിക്ക് പോകണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. വീട്ടിൽ തന്നെ ഇരിക്കും. ഇപ്പോഴും വീട്ടിൽ തന്നെ 3 മാസം ഇപ്പോൾ ഒരു മാസം മുതലായി വീട്ടിലിരുന്നു. പണിക്കൊന്നും പോക്കില്ല. കടൽ സേല് പിന്നെ ആരെയൊക്കെ കൂട്ടുകാരായി പിന്നെ എവിടെയെങ്കിലും പണിക്ക് പോകും. വില കൂടി പോയാലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. റോളിങ് ഒക്കെ ഉള്ളതുകൊണ്ട് പോയാലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. എവിടെയെങ്കിലും നാട്ടുകാരോട് ആരുടെയെങ്കിലും കട വാങ്ങി ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നു. പിന്നെ സർക്കാരുണ്ട് നമ്മളോട് ഒരു പാലം കിട്ടാൻ വേണ്ടി ഒന്നുമില്ല. നിരോധന സമയത്തായിട്ട് ഒരു സഹായവും ഇന്നുവരെയും ഒരു സർക്കാരും പ്രഖ്യാപിച്ചിട്ടുമില്ല, അത് ലഭിച്ചിട്ടുമില്ല. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ തീരദേശത്തെ വീടുകളിൽ കയറിക്കിടക്കാൻ നിവൃത്തിയില്ലാത്ത നിരവധിയധികം വീടുകളുണ്ട്. അവരുടെ മക്കൾക്ക് വാസയോഗ്യമായ വീട്ടിൽ നിന്ന് പഠിക്കാൻ നിവൃത്തിയില്ല. അതിനല്ലേ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? വിദ്യാഭ്യാസത്തിനും കിടപ്പാടത്തിനും ഒരു കക്കൂസ് പ്രാഥമിക ആവശ്യത്തിന് പോകാൻ പോലും ഒരു സഹായമില്ലാത്ത സർക്കാർ മുന്നോട്ട് പോകുന്നതിൽ എന്താ ഗുണമുള്ളത്? അങ്ങനെ ഒരു സഹായവും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങളെ വീട് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പ്രാവശ്യം എഴുതി കൊടുത്തു. ആ പേര് ലിസ്റ്റിലില്ല. ഞങ്ങൾക്കൊരു ആനുകൂല്യവും ഇല്ല. കടലിൽ പോയാൽ കിട്ടിയാലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഞങ്ങൾ പട്ടിണിയാണ്. ഇതുപോലത്തെ 100 കണക്കിന് വീടുകളാണ് ഓരോ മത്സ്യബന്ധന ഗ്രാമങ്ങളിലുമുള്ളത്. പല വീടുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇവരെ സഹായിക്കാൻ ഇന്നും ആരുമില്ല. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ റിപ്പോർട്ട് നൽകിയത് ജൂൺ 26-നാണ്. ഇത് ഒക്ടോബർ മാസമാണ്. അതായത് ഈ റിപ്പോർട്ട് നൽകി 3.5 മാസം കഴിഞ്ഞത്. ആ വീട് ഇപ്പോൾ തകർന്നു വീണിരിക്കുകയാണ്. അന്നേ അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല.